ഏഷ്യാനെറ്റ് പ്രേക്ഷകർ കാത്തിരുന്ന ഷോ വീണ്ടും എത്തുന്നു. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പുതിയ സീസണിന് വേണ്ടിയുള്ള ഓഡിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ ഇങ്ങനെ: മലയാളത്തിൽ സംഗീത റിയാലിറ്റി ഷോ എന്ന രീതിയിൽ സ്റ്റാർ സിംഗറിന് വലിയ സ്വീകാര്യതയുണ്ട്. പ്രത്യേകിച്ച് തൊട്ടുമുൻപ് അവസാനിച്ച ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 ഏറെ സ്വീകാര്യത ലഭിച്ച സീസണായിരുന്നു. സോഷ്യൽ മീഡിയയിലും സീസൺ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പ്രതീക്ഷിച്ചതിലധികം കാലം ഷോ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ സീസൺ 10ന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ചാനലും സ്റ്റാർ സിംഗർ ടീമും. സീസൺ 9 ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ദിവസം തന്നെ പുതിയ സീസണെക്കുറിച്ച് അറിയിപ്പെത്തിയിരുന്നു. മാത്രമല്ല, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൻട്രികൾ സമർപ്പിക്കാനുള്ള മാർഗങ്ങളും അന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ മാർഗം തിരഞ്ഞെടുത്ത പലരും പിന്നീട് എന്താണ് എന്ന കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ ചാനൽ ഔദ്യോഗികമായി ഓഡീഷൻ സെന്ററുകൾ പ്രഖ്യാപിച്ച് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ജനുവരി 8 കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ നിന്നായിരുന്നു തുടക്കം. ഇതടക്കം 5 ഓഡീഷൻ സെന്ററുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കേരളത്തിൽ മറ്റൊരു സെന്റർ കൂടി പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. കണ്ണൂരിൽ നിന്ന് സ്റ്റാർ സിംഗർ ടീമിനെ ഞെട്ടിക്കുന്ന ഒരു പാർട്ടിസിപ്പേഷനായിരുന്നു ലഭിച്ചത് എന്ന് ഷോ ഡയറക്ടർ സെർഗോ വിജയരാജ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു വൻ തിരക്ക് അനുഭവപ്പെട്ടു. 16 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഓഡീഷനിൽ പങ്കെടുക്കാനാകുക. ഓഡീഷൻ സെന്ററുകളിൽ ഓഡീഷൻ ദിവസം രാവിലെ 8 മണി മുതലാണ് രജിസ്ട്രേഷനുള്ള അവസരമുള്ളത്. കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ നിലവിൽ ഓഡീഷൻ കേന്ദ്രങ്ങൾ ജനുവരി 15 തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജും, ജനുവരി 26 കോഴിക്കോട് മീൻചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും, ജനുവരി 27 പാലക്കാട് കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും, ഫെബ്രുവരി 2 എറണാകുളം വൈറ്റ്ലയിലെ മെർമെയ്ഡ് ഹോട്ടലിലും നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോട്ടയത്ത് ഫെബ്രുവരി 2 മുൻപ് ഒരു ഓഡീഷൻ നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇങ്ങനെയൊരു പ്രഖ്യാപനം വരാത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ മറ്റെവിടെയെങ്കിലും ഓഡീഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി വിദേശത്ത് ഓഡീഷൻ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും ചാനൽ അറിയിപ്പുകൾ ഒന്നും നൽകിയിട്ടില്ല. നിലവിലെ രീതിയിൽ ഫെബ്രുവരി 2 ഓഡീഷൻ അവസാനിച്ചാൽ മാർച്ചോടെ ഒരുപക്ഷെ സീസൺ ആരംഭിക്കാനാകുമെന്ന് പലരുടെയും പ്രതീക്ഷ. സാധാരണഗതിയിൽ മാർച്ചിൽ ആരംഭിക്കേണ്ട ബിഗ് ബോസ് ഷോയുടെ വ്യക്തമായ അറിയിപ്പൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ ഒരുപക്ഷെ മാസങ്ങളോളം സമയമെടുത്തേക്കും എന്നും സ്റ്റാർ സിംഗർ മാർച്ചിൽ ആരംഭിക്കുമെന്നും കരുതുന്നവർ ഏറെയുണ്ട്. എന്നാൽ ഏത് പ്രോഗ്രാമാണ് ആദ്യം ആരംഭിക്കുക എന്നത് ചാനൽ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. നിങ്ങൾ സ്റ്റാർ സിംഗർ ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഗായകരാണെങ്കിൽ ഓഡീഷൻ വേദികളും തീയതികളും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതായാലും സ്റ്റാർ സിംഗർ സീസൺ 10 ഏറെ താമസിയാതെ ആരംഭിക്കുമെന്ന ശുഭ സൂചനയാണ് ഈ കോമൺ ഓഡീഷനുകൾ നൽകുന്നത്. ഈ ഓഡീഷനുകളിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.